എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. LBSന്റെ സൈറ്റിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക, കൂടാതെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പറും എല്ലാ നമ്പറും ഒക്കെ എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് LBS ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ രണ്ടാമത് വരുന്ന ഒരു LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി സെലക്ട് ചെയ്യുക. അതിനുശേഷം നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള LBSന്റെ സൈറ്റിൽ എത്തിച്ചേരും. ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റിലാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു 3 വര ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ളതും ഫീസ് അടയ്ക്കാനുള്ള ഒക്കെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരാണെങ്കിൽ ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ലോഗിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അപ്ലൈ ചെയ്തവർ ലോഗിൻ ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം വെരിഫൈ ചെയ്ത് അതിനകത്തോട്ട് കയറാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളതൊന്നും റിയൽ ആയിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അടുത്തതായിട്ട് ഫീ പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ആദ്യം കിടക്കുന്ന ഓപ്ഷൻസ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ രജിസ്റ്റർ നമ്പർ അറിയത്തില്ല എന്നുള്ളത്. സോ ആപ്ലിക്കേഷൻ രജിസ്റ്റർ നമ്പർ റിക്കവറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെറുതെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ LBSൽ അപ്ലൈ ചെയ്തപ്പോൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്ത ആ ഒരു മൊബൈൽ നമ്പർ, കൂടെ തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ ID, നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത ഇമെയിൽ ID ഏതാണോ അതും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു റിക്കവർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിക്കോട്ടെ, രജിസ്റ്റർ നമ്പർ ആയിക്കോട്ടെ, കൂടാതെ നിങ്ങളുടെ ഒരു ചെല്ല നമ്പർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് കണ്ടിന്യൂസ്ലി മെസ്സേജ് ചോദിക്കുന്നുണ്ട്. സോ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റത്തില്ല. സോ എല്ലാവരും ഇത് സെറ്റാക്കി വെക്കുക വേഗം തന്നെ. പിന്നെ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ട്. കൂടെ തന്നെ LBSൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് തന്നെ ചോദിക്കാം. അതിനുള്ളൊരു കോൺടാക്റ്റ് നമ്പറും ഇതിലുണ്ട്. സോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡൗട്ടൊക്കെ ആണെങ്കിൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക. അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിന് മുന്നേ മസ്റ്റായിട്ട് എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശരിക്കും നല്ല തിരക്കാണ് കേട്ടോ. നമുക്കിപ്പം 4th സെമസ്റ്ററിൻ്റെ പോസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് കേട്ടോ വീട്ടിൽ വരുന്നത്, ഹോസ്റ്റലിൽ വരുന്നത്. സോ എഴുതാനൊക്കെ ഒരുപാടുണ്ട്, ടൈമില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒന്ന് റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത്. എന്നാലും ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കമൻറ്റ് സെക്ഷനിലായാലും ശരി, ഇൻസ്റ്റാഗ്രാമിലായാലും ശരി, മെസ്സേജിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും റിപ്ലൈ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എന്തായാലും മെസ്സേജ് അയച്ച് ഇടുക. നിങ്ങൾ ചിലപ്പോൾ താഴെ ആയി പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.